എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ റോജറും ഓഡനും അവരുടെ ടീമും എല്ലാവരും ചേർന്ന് ഇപ്പൊ അടുത്തൊരു ഐലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓഡനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഈ ഒരു ഐലാൻഡ് അത് മുൻപ് കണ്ടിട്ടുണ്ട്. അതിന് റോജർ പറയും, ഇത് നിന്റെ ഐലാൻഡ് തന്നെയാണ്, ലാൻഡ് ഓഫ് വാനോ. ഇവിടെയാണ് അടുത്ത പോണോഗ്ലിഫ് ഉള്ളത്. അത് കണ്ടെത്തി അത് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കിയ ശേഷം വേണം ആ സോ ഐലാൻഡിലേക്ക് പോയി ആ ഒരു പോണോഗ്ലിഫും എനിക്ക് കണ്ടെത്താൻ. ഓടനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ലാൻഡ് ഓഫ് വാനോയിലേക്ക് പതിയെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ടോക്കി അവളാണെങ്കിൽ അങ്ങനെ ഫെയിന്റ് ചെയ്ത് താഴേക്ക് വീഴുക. റോജറിനും കപ്പലിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് ടെൻഷൻ. ഡോക്ടറാണെങ്കിൽ അവളെ ചെക്ക് ചെയ്യും. അതിനുശേഷം ഓടനോട് പറയും, ആക്ച്വലി അവള് ഇപ്പോൾ വളരെ വീക്കാണ്. നമ്മൾ ആൺകുട്ടികളെ പോലെ ഇവരെ കൊണ്ട് ഇത്രയും നാള് ട്രാവൽ ചെയ്യാനോ മുൻപോട്ടേക്ക് പിടിച്ചു നിൽക്കാനോ സാധിക്കില്ല. അവളുടെ ബോഡി ഇപ്പം നല്ല രീതിയിൽ വീക്കാണ്. അവൾക്ക് ആവശ്യം ഇപ്പം റെസ്റ്റാണ്. ഇനിയും അവൾ ട്രാവൽ തുടർന്നാൽ അത് അവളുടെ ജീവന് പോലും ആപത്താണെന്ന് പറയും. അത് കേട്ട് ഇപ്പോൾ ഓടനും ഒരുപാട് വിഷമം തോന്നും. കാരണം ഇനി അവശേഷിക്കുന്നത് 3 ഐലാൻഡാണ്. അവിടെയും കൂടെ അവൻ എത്തണം, കാഴ്ചകൾ കാണണം, എല്ലാം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ടൊക്കിയെ കൊണ്ട് ഇനി ട്രാവൽ ചെയ്യാൻ കഴിയില്ല. ഡോഗ് സ്റ്റോമും ക്യാറ്റ് വൈപ്പറും ആണെങ്കിൽ ഇപ്പോൾ ഓടനോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും ടൊക്കിയോ ആയിട്ട് ഞങ്ങൾ വാനോ കിൻഡത്തിലേക്ക് പോവാം, അവൾക്ക് അവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ ഓടനാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. എന്നെക്കൊണ്ട് പറ്റില്ല, ടൊക്കിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടേക്കും ഇല്ലാന്ന് പറയും. അത് കേട്ട് ടൊക്കിയാണെങ്കിൽ ഇപ്പോൾ ഓടന്റെ കൈ പിടിച്ച് പറയും, എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവരുത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത കെന്നിനെ കാണിക്കും. കെന്നാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ബുക്സൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. റൈസോ ആണെങ്കിൽ കെന്നിന്റെ അടുത്തേക്ക് ഓടിയെത്തും. അവൻ കാര്യം അന്വേഷിക്കും. അതിന് റൈസോ പറയും, വലിയൊരു പൈലറ്റ് കപ്പല് അതിപ്പോ വാനോ കിൻഡത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ കിൻ മനസ്സിലാക്കും അത് ഓടൻ തന്നെ ആയിരിക്കുമെന്ന്. ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടി ആ മറൈൻ ഫോർട്ടിലേക്ക് വരികയാണ്. അതിനുശേഷം ഒന്ന് ശ്രദ്ധിച്ച് നോക്കും, വൈറ്റ് ബേർഡിന്റെ കപ്പൽ തന്നെയാണോ അവിടേക്ക് എത്തിയതെന്ന് അറിയാനായിട്ട്. ഉടനെ ആ കപ്പലിൽ എന്തൊക്കെയോ ചേഞ്ച് കാണുമ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അടുത്ത നിമിഷം ഓടൻ ആളങ്ങനെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ആളെ കാണേണ്ട താമസം അവർ സന്തോഷത്തിൽ അതിമറന്ന് തുള്ളിച്ചാടി ഓടന്റെ അടുത്തേക്ക് വന്ന് ആളുടെ മുൻപിൽ അങ്ങനെ വണങ്ങി നിൽക്കുകയാണ്. ഓടനാണെങ്കിൽ ആളുടെ വൈഫിനെയും 2 മക്കളെയും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഓടൻ ഇവിടുന്ന് പോയപ്പോൾ സിംഗിൾ ആയിരുന്നു. ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഓടന്റെ മാരേജ് കഴിഞ്ഞു, 2 കുട്ടികളുമായി. അവരാണെങ്കിൽ വണ്ടർ അടിച്ച് അങ്ങനെ നോക്കും. അതിനുശേഷം അവരെ ഗ്രാമത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കെന്നിനാണെങ്കിൽ മൊമന്റോസ്കിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഓടനെ പോലെ ഒരു ലോക്കൽ കിങ് ആയിരിക്കില്ല മൊമന്റോസ്കി എന്ന് അവന്റെ മനസ്സ് പറയും. മാത്രമല്ല ഇപ്പോൾ ഓടനെ അവർ കളിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഓടനാണെങ്കിൽ അതെല്ലാം കേട്ട് കൺട്രോൾ പോകും. പിന്നാണെങ്കിൽ ഓടനോട് പറയും, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കാലവും ഞങ്ങൾ കാത്തിരുന്നത്. കുറിയും ഇവിടെയുള്ള എല്ലാ ഗ്രാമങ്ങളും ഞങ്ങൾ നന്നായിട്ട് തന്നെ നോക്കി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം അത് ഞങ്ങൾ അലട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. അത് കേൾക്കേണ്ട താമസം ടൊക്കിയാണെങ്കിൽ അവരെ തടയും. അവൾക്കാണെങ്കിൽ ഓടനെ നന്നായിട്ട് അറിയാം, ഐലാൻഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ അവൻ അവൻ്റെ യാത്ര അത് മുടക്കി ഗ്രാമത്തിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് അവൾ അത് പറയാൻ സമ്മതിക്കാതെ അവരെ തടയുകയാണ്. ടൊക്കിയാണെങ്കിൽ ഓടനെ വീണ്ടും ആ കപ്പലിലേക്ക് പറഞ്ഞയക്കുകയാണ്. അത് കണ്ട് അവിടെയുള്ളവരെല്ലാവരും ഞെട്ടും. ഉടനെ ഓടനാണെങ്കിൽ അവരോട് പറയും, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, എൻ്റെ ജേണി അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി അല്പം കൂടെ ട്രാവൽ ചെയ്യാൻ ബാക്കിയുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ തിരികെ വരുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പറയുന്നത് കേൾക്കാൻ കഴിയാതെ ഒരുപാട് വിഷമത്തിൽ ആ കപ്പലിലേക്ക് തിരികെ കയറുകയാണ്. അവരാണെങ്കിൽ അവൻ്റെ പേര് വിളിച്ച് ഉച്ചത്തിൽ കരയാനായിട്ട് ആരംഭിക്കും. പക്ഷെ ഓടനാണെങ്കിൽ അതിനൊന്നും ചെവി കൊടുക്കാതെ ആ കപ്പലിൽ കയറി ദൂരേക്ക് മായാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഐലാൻഡിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കും. ഇപ്പൊ പഴയതുപോലെയല്ല, ചില ഫാക്ടറികൾ അതൊക്കെ തലപൊക്കിയിരിക്കുകയാണ്. ഇവിടെ റോജർ ആണെങ്കിൽ ഇപ്പോൾ ഓടനോട് ചോദിക്കും, നീ എന്തായി ചെയ്തേ? നിനക്ക് നിന്റെ ഐലാൻഡിൽ ഒരല്പനേരം ടൈം സ്പെൻഡ് ചെയ്തുകൂടായിരുന്നു? അല്ലെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ നിന്റെ ബാക്കിയുള്ള ജീവിതം അത് ബോട്ടേക്ക് കൊണ്ടുപോയിക്കൂടെ? അത് കേട്ട് ഓടന്റെ കൺട്രോൾ പോകും. ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പോണോഗ്ലിഫ് അതാര് ഡീസൈഫർ ചെയ്തു തരും? അത് കേട്ടാണെങ്കിൽ കോൾഡി റോജർ ആൾ ഒരു സെക്കൻഡ് ഷോക്കാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഒറോച്ചി അവനാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആ ഗ്രാൻഡ്മയെ അറിയിക്കുകയാണ്. അതിന് ആ ഗ്രാൻഡ്മ പറയും, മൊമന്റോസ്കി അവൻ നിനക്കൊരു വെല്ലുവിളി തന്നെയാണ്. ഓടൻ തിരികെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിന്റെ കിങ് എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടും. അത് മൊമന്റോസ്കിയിലൂടെ അങ്ങനെ മുൻപോട്ടേക്ക് പോവും. അതുകൊണ്ട് എത്രയും വേഗം ഒരു സൊല്യൂഷൻ നീ കാണണം. അത് കേട്ട് ഒറോച്ചി അവനാണെങ്കിൽ ടെററായിട്ട് ഗ്രാൻഡ്മയെ തന്നെ അങ്ങനെ നോക്കുകയാണ്. ഇതാ റോജറിന്റെ കപ്പല് അതിപ്പോ ആ സോ ഐലാൻഡ് ലക്ഷ്യമാക്കി പോവാണ്. സോ ഐലാൻഡ് അത് ഒരു ആനയുടെ മുകളിലായതുകൊണ്ട് തന്നെ ലാക്പോസ് ഉപയോഗിച്ച് അത് കണ്ടെത്താനാവില്ല. വിബ്രൂ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഐലാൻഡിലേക്ക് അവർക്ക് എത്താനാവൂ. ഡോഗ് കിങ്ങും ക്യാറ്റ് കിങ്ങും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ വിബ്രൂ കാർഡ് അത് അവരെ ഏൽപ്പിച്ചിരുന്നു. സോ ആ ഒരു കാർഡിന്റെ സഹായത്താൽ ആ ഒരു ജയന്റ്
ആനയുടെ അടുത്തേക്ക് അവർ കടന്നു വരികയാണ്. അവരാണെങ്കിൽ ആ ആനയെ കണ്ട് ഷോക്കാവും. ഇങ്ങനെ ഒരു ഐലാൻഡ് അത് ഓടൻ സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഓടനാണെങ്കിൽ ആന പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ടൈം ലൂഫിക്കും മൊമന്റോസ്കിക്കും അവർക്ക് രണ്ടുപേർക്കും അത് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഓടനാണെങ്കിൽ അത് സംസാരിക്കുന്നതൊക്കെ കേട്ട് അടിക്കുകയാണ്. അതിനുശേഷം അവർ ഐലാൻഡിന്റെ മുകളിലേക്ക് കടന്നു വരും. ഇപ്പോൾ ഐലാൻഡ് ഭരിക്കുന്നത് ഒരാട്ടും തലയനാണ്. അവനാണെങ്കിൽ ഇപ്പൊ ക്യാറ്റും ഡോഗും കൊടുത്ത ഒരു ലെറ്റർ നമ്മുടെ ആൾക്കാരെ ഏൽപ്പിക്കും. ആട്ടുതലയൻ കിങ്ങിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ക്യാറ്റും ഡോഗും അവർ രണ്ടുപേരും അവരോട് പറയാതെയാണ് ആ ഐലാൻഡിൽ നിന്ന് പോയത്. അവർ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ അവർക്ക് എല്ലാവർക്കും ഒരുപാട് സമാധാനം. കിങ് ആണെങ്കിൽ അതിനുശേഷം അവരുമായിട്ട് ആ വെയിൽ ഫോറസ്റ്റിലേക്ക് കടന്നു വരും. അവിടെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ റെഡ് പോണോഗ്ലിഫ് അതുള്ളത്. ഉടനെ ആ പോണോഗ്ലിഫിലുള്ള കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് റോജറിന് വായിച്ചു കൊടുക്കും. അപ്പോഴായിരിക്കും മറ്റൊരു സുപ്രധാന കാര്യം അവൻ നോട്ടീസ് ചെയ്യുക. സോ ഐലാൻഡിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ വാനോ കിൻഡത്തിലുള്ള ആൾക്കാരും അവർ രണ്ട് ടീമുകളും ശരിക്കും പറഞ്ഞാൽ ബ്രദേഴ്സിനെ പോലെയാണ്. അവൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരുപാട് അത്ഭുതത്തോടു കൂടെ അവിടെ അങ്ങനെ നിൽക്കും. റോജറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ ലാസ്റ്റ് ഐലാൻഡിലേക്ക് പോകാനുള്ള വഴികളെല്ലാം തന്നെ ഓപ്പൺ ആയിരിക്കുകയാണ്. പെട്രോ ആണെങ്കിൽ ഉടനെ ഇപ്പൊ റോജറിനോടൊപ്പം പോകാനായിട്ട് അവനോട് അനുവാദം ചോദിക്കും. അതിന് റോജർ ആണെങ്കിൽ പെട്രോയോട് പറയും, നിനക്കിനിയും സമയമായിട്ടില്ല. നിന്റെ സമയം വരുമ്പോൾ കറക്റ്റായിട്ട് നീ പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും പല കാര്യങ്ങളും നിനക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ആ ഒരു വാക്ക് അത് മനസ്സിൽ വെച്ചാണ് പെട്രോ അവന്റെ തന്നെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി നിന്നത്. റോജർ ആണെങ്കിൽ വീണ്ടും അവന്റെ ടീമുമായിട്ട് യാത്ര തുടരും. ഇവിടെ ഓടനാണെങ്കിൽ ആ 4 പോണോഗ്ലിഫും ചേർത്ത് വെച്ച് അവർക്ക് പോകാനുള്ള റൂട്ട് അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയാണ്. അതേസമയം റോജർ ആളെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ ഒട്ടും തന്നെ വയ്യ. ആളുടെ റൂമിൽ അങ്ങനെ തളർന്നു വീഴുകയാണ്. ആ ശബ്ദം കേട്ട് ഒരുപാട് പേര് ഡോർ നോക്ക് ചെയ്യും. പക്ഷെ ആളാണെങ്കിൽ കാഷ്വലായിട്ട് എഴുന്നേറ്റ് വരും. റോജർ ആണെങ്കിൽ അവരോട് ആ റൂട്ട് മാപ്പ് അത് കണ്ടെത്തിയെന്ന് ചോദിക്കും. ഓടനാണെങ്കിൽ കണ്ടെത്തിയെന്ന് മറുപടി പറയും. ഇനി ഒട്ടും സമയമില്ല, എത്രയും വേഗം ഇപ്പൊ തന്നെ നമുക്ക് ആ ഐലാൻഡിലേക്ക് പോകണമെന്ന് റോജർ തീർത്ത് പറയും. അവരാണെങ്കിൽ അതിന് തയ്യാറെടുക്കും. പക്ഷെ ബഗ്ഗിക്കാണെങ്കിൽ നല്ല ടെമ്പറേച്ചർ, അവനെ കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ട്രാവൽ ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷെ ബഗ്ഗി അവനാണെങ്കിൽ അതിന് തയ്യാറാവാതെ വാശി പിടിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, തീർച്ചയായിട്ടും എനിക്കും ആ എൻ്റെ ഐലാൻഡ് അത് കാണണം. പക്ഷേ ഷാങ്സ് ആണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്ത് ഒരു ഭാഗത്ത് കെട്ടിയിടുകയാണ്. അവനാണെങ്കിൽ ഷാങ്സിനോട് അവരോടൊപ്പം വരുന്നുണ്ടോ ചോദിക്കും. അതിനവൻ പറയും, എനിക്ക് ഇപ്പോൾ അവിടേക്ക് വരേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്കായി ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് തന്നെ സെയിൽ ചെയ്ത് അവിടേക്ക് എത്തും. ഇപ്പോൾ ബഗ്ഗിക്ക് എൻ്റെ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് അവൻ ബഗ്ഗിയുടെ കൂടെ നിൽക്കും. റോജറിനും ഓടനും ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ തീരുമാനത്തിൽ ഒരുപാട് അഭിമാനം തോന്നും. അവർ രണ്ടുപേരെയും ആ ഒരു ഐലാൻഡിൽ ഇറക്കി അവരാണെങ്കിൽ ലാസ്റ്റ് ഐലാൻഡ് ലക്ഷ്യമാക്കി പോകും. ബഗ്ഗിയാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങനെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പൊ ലോകം മുഴുവൻ ന്യൂസ് സ്പ്രെഡായിരിക്കുകയാണ്. ഓൾറെഡി റോജർ അവൻ ആ ലാസ്റ്റ് ഐലാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല ആ 1 പീസ് ട്രഷർ അതാൾ കണ്ടെത്തിയിരിക്കുകയാണ്. പൈററ്റ്സിന്റെ എല്ലാം തന്നെ കിങ് ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ബേഡിനാണെങ്കിൽ ഈ ഒരു ന്യൂസ് അറിഞ്ഞ് ഭയങ്കര സന്തോഷം. മാത്രമല്ല ഓടന്റെ എഗ്രിമെന്റ് അത് അവസാനിച്ച് അവൻ തിരികെ വൈറ്റ് ബേഡിന്റെ ടീമിലേക്ക് തന്നെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ കട്ട് ചെയ്ത ഇവിടെ ഓടൻ അവനാണെങ്കിൽ ഡയറിയിൽ ലാസ്റ്റ് ഐലാൻഡിലേക്ക് പോയ മെമ്മറീസ് അതങ്ങനെ കുറിച്ച് വെക്കുകയാണ്. ഇത്രയും കാലവും ഞാൻ ഒരുപാട് ഐലാൻഡുകളിലൂടെ ട്രാവൽ ചെയ്തു. ആക്ഷൻ വെപ്പൻ എന്താണ്, എൻ്റെ വില്ലേജിന് എന്താണ് സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയത് അവിടെ വെച്ചാണ്. മാത്രമല്ല ആ 1 പീസ് ട്രഷർ ഞങ്ങൾ ആ ഐലാൻഡിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അത് കണ്ട് ഞങ്ങൾ എല്ലാവരും വയറ് പൊട്ടുവോളം ഉറക്കെ ചിരിച്ചു. റോജർ ആണെങ്കിൽ ആ ഒരു ഐലാൻഡിന് ഒരു പേര് കൊടുക്കും, ലവ് ടെയിൽസ്. അത് കേട്ട് എല്ലാവരും ആ ഐലാൻഡിനെ ആ പേര് വിളിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.